ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ പുതിയ എക്സാമിനേഷൻ കലണ്ടർ നവംബറിലെ എക്സാം ഡേറ്റ് വന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അതിൽ ട്രേസറിന്റെ എക്സാം ഉണ്ട്. ആ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. BCയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. The pipe anchor down the structure subjected to uplift pressure due to overturning moment. ഷീറ്റ് പൈൽ, അപ്ലിഫ്റ്റ് പൈൽ, ബാറ്റർ പൈൽ, സ്ക്രൂ പൈൽ. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അപ്ലിഫ്റ്റ് പ്രഷർ തടുക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. അപ്ലിഫ്റ്റ് പ്രഷർ തടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈല്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇത്. സാധാരണ പൈലിന്റെ ഫങ്ഷൻസ് വെച്ചിട്ട് ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ ഉള്ളത് അപ്ലിഫ്റ്റ് പ്രഷർ തടുക്കുന്ന പൈൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? അപ്ലിഫ്റ്റ് പൈല് തന്നെയാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്. അപ്ലിഫ്റ്റ് പ്രഷർ, അപ്ലിഫ്റ്റ് പൈൽ എന്ന് ഓർത്തു വെക്കാം. ബാക്കി ഇതിൽ ആരൊക്കെയുള്ളത്? ഷീറ്റ് പൈൽ ഉണ്ട് അല്ലെ? ഷീറ്റ് പൈൽ എന്തിനാ ഉപയോഗിക്കുന്നത്? ഷീറ്റ് പൈല് സോയില് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീറ്റെയിൻ സോയിൽ. അപ്പോ സോയിലൊക്കെ റീറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പൈലാണ് ഷീറ്റ് പൈല്. ഇനി ബാറ്റർ പൈല് വേറൊരു രീതിയിൽ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. അതെന്താണ് ചോദ്യം ബാറ്റർ പൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ബാറ്റർ പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലോഡൊക്കെ എടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആളാണ് ബാറ്റർ പൈൽ. അതും സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ സ്ക്രൂ പൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാസ്റ്റ് ആൻഡ് പൈലിന്റെ ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് പൈലിന് തന്നെയാണ് നമ്മൾ സ്ക്രൂ പൈൽ എന്ന് പറയാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്ക് പഠിക്കണം. അപ്പോ ബാറ്റർ പൈൽ ആൻഡ് ഷീറ്റ് പൈൽ പഠിച്ചല്ലോ. അതേപോലെയുള്ളതാണ് കോമ്പാക്ഷൻ പൈൽ. കോമ്പാക്ഷൻ പൈൽ ഉണ്ട്. കോമ്പാക്ഷൻ പൈലിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരണം, സോയിൽ കോമ്പാക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു പൈലാണ്. സോയിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പൈലാണ് കോമ്പാക്ഷൻ പൈല്. സ്ട്രെങ്തൻ സോയിൽ. ദെൻ അടുത്തത് ഡോൾഫിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഡോൾഫിൻ എന്ന് പറഞ്ഞാല് എവിടെ ജീവിക്കുന്ന ആളാണ്? കടലിലല്ലേ? അപ്പൊ കടലുമായി ബന്ധപ്പെട്ടതാണ് ഡോൾഫിൻ. നമ്മുടെ ഷിപ്സ് ഒക്കെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോൾഫിൻ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ എന്താണ് ഡോൾഫിന്റെ ഫംഗ്ഷൻ? ആങ്കറിങ് ഷിപ്സ്. ദെൻ ആങ്കർ പൈൽ നമ്മൾ പറഞ്ഞില്ലല്ലോ. ആങ്കർ പൈൽ ആണ് ഇനി അടുത്തൊരു കാറ്റഗറി. ആങ്കർ പൈൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പുള്ള് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോ ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ് പ്രഷർ തടുക്കുന്ന പൈൽ ഏതാണെന്നാണ്. അപ്ലിഫ്റ്റ് പ്രഷർ തടുക്കുന്ന പൈൽ അപ്ലിഫ്റ്റ് പൈലാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 പോയിന്റ്സ് എന്ന് വെച്ചാൽ ബാറ്റർ പൈൽ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ബാറ്റർ പൈൽ ചോദിക്കാറുണ്ട്. ബാറ്റർ പൈൽ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ലോഡും റെസിസ്റ്റ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള പൈലാണ്. അതേപോലെ കോമ്പാക്ഷൻ പൈൽ എന്ന് പറഞ്ഞാൽ സോയിലിനെ സ്ട്രെങ്തൻ ചെയ്യാം. ഇനി ഡോൾഫിൻ പറഞ്ഞപ്പോൾ ഒരാൾ വിട്ടുപോയി, ഫെൻഡർ പൈൽ ഉണ്ട്. ഫെൻഡർ പൈൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഷിപ്പൊക്കെ വന്നിട്ട് കരയിലേക്ക് അടുക്കുന്ന സമയത്ത് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാവുമല്ലോ. കരയിലേക്ക് നല്ലൊരു ഇമ്പാക്ട് കൊടുക്കും. അപ്പോൾ ഈ ഇമ്പാക്ട് ഓഫ് ഷിപ്പ് തടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെൻഡർ കൊടുക്കാറുള്ളത്. ഇമ്പാക്ട് ഓഫ് ഷിപ്പ് തടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെൻഡർ കൊടുക്കാറുള്ളത്. അപ്പൊ ഈ ഫെൻഡറും ഡോൾഫിനും മാറിപ്പോവരുത് കേട്ടോ. അതേപോലെ പറഞ്ഞതാണ് ആങ്കർ പൈൽ ഹൊറിസോണ്ടൽ പുള്ളിനെയാണ് റെസിസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. The sloping surface used to provide easy connection between floor, stair, ramp, lift, escalator. നമ്മൾ ഹൊറിസോണ്ടൽ സർക്കുലേഷനും പഠിച്ചിട്ടുണ്ട്, വെർട്ടിക്കൽ സർക്കുലേഷനും പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്ക് പോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ. ഈ ഒരു വെർട്ടിക്കൽ സർക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഓപ്ഷനിലുള്ള സ്റ്റെയർ, റാമ്പ്, ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? സ്ലോപ്പിംഗ് സർഫസ് ഏതാണെന്നല്ലേ? സ്ലോപ്പിംഗ് സർഫസ് ഏതാണ്? റാമ്പ് അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി വരും, റാമ്പ് എന്ന് പറയാം. ഓക്കെ. ഇനി മൂവിംഗ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എസ്കലേറ്റർ എടുക്കണം. മൂവിംഗ് സ്റ്റെയർ ആണ് എസ്കലേറ്റർ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തൊരു ചോദ്യം. വാട്ട് ഈസ് ദ അലൈൻമെന്റ് ഓഫ് ക്രോസ് ജോയിന്റ് അലോങ് ദ പ്ലംബ് ലൈൻ? ലിൻഡർ, പെർപെൻ, ബെഡ് ബ്ലോക്ക്, വെർട്ടിക്കൽ ലൈൻ. ഏതാണ് അലൈൻമെന്റ് അലോങ് പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞാൽ? അലോങ് പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ജോയിന്റ്സ് ആണ്. അത് ഏതാണ് ഇവിടെ? പെർപെൻഡ് ആണ്. ഓപ്ഷൻ ബി പെർപെൻഡ് ആണ്. അപ്പൊ നമ്മള് പെർപെൻഡ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ജോയിന്റ്സിനെയാണ് പെർപെൻഡ് എന്ന് പറയാ. അത് അലോങ് പ്ലംബ് ലൈൻ ആണ്.
ഇനി രണ്ട് അടുത്തടുത്ത ലെയറിലുള്ള വെർട്ടിക്കൽ ജോയിന്റ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ ലാപ്പ് എന്നും കൂടെ പറയും. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ? അടുത്ത ചോദ്യം, the process of filling hollow space of wall before plastering is known as peeling, blistering, hacking, dubbing out. അപ്പൊ ഏതാണ് വരിക? ഏതാണ്? ഫില്ലിംഗ് ഹോളോ സ്പേസ് ഓഫ് വാൾ ബിഫോർ പ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഡബിങ് ഔട്ട് ആണ്. ഡബിങ് ഔട്ടിന്റെ ഡെഫിനേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ കുറച്ച് വേറെ ടേമുകൾ പറഞ്ഞിട്ടില്ലേ? എന്താണ് പീലിംഗ് എന്ന് പറയുന്നത്? പീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മൾ പീൽ ഓഫ് മാസ്കുകളൊക്കെ അല്ലേ മുഖത്ത് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നമ്മളെ മുഖത്തുള്ള ഡെഡ് സ്കിൽസ് ഒക്കെ അല്ലെങ്കിൽ ഡെഡ് സെൽസ് ഒക്കെ പോകാൻ വേണ്ടി നമ്മൾ പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കും. അതേപോലെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത വാൾ ഇതാണ്. ഈ വാളിൽ നിന്ന് ഒരു പോർഷൻ അടർന്നു പോകുന്നു. ഇവിടെയുള്ള ഒരു പോർഷൻ ഇങ്ങനെ അടർന്നു പോകുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു പോർഷൻ അടർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പീലിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ പീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? some portion of plastered surface comes off, defects il varunnathana, comes off and a patch is formed. Then അടുത്തത് പറയുന്നത് ബ്ലിസ്റ്ററിംഗ് ആണ്. ബ്ലിസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബബിൾസ് പോലെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത സർഫസ് ഉണ്ട്, ഇതിൽ കുഞ്ഞി കുഞ്ഞി സ്മോൾ സ്വെൽ ഔട്ട്സ് അല്ലെങ്കിൽ ബബിൾസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്ലിസ്റ്ററിംഗ് എന്ന് പറയാ. സ്മോൾ ബബിൾസ് അല്ലെങ്കിൽ സ്വെൽ ഔട്ട്സ്. ബബിൾ എന്ന് പറഞ്ഞാൽ സ്വെൽ ഔട്ട്സ് ആണല്ലോ. നിങ്ങൾ പെയിന്റ് ചെയ്ത സർഫസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ബ്ലിസ്റ്ററിംഗ് എന്ന് പറയാ. ബ്ലിസ്റ്ററിംഗ് എന്ന് വെച്ചാല് ഫോർമേഷൻ ഓഫ് സ്മോൾ പാച്ചസ് swell out beyond the plane of plastered surface. ഓക്കെ, ദെൻ ഹാക്കിംഗ് ഉണ്ട്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ച് നോക്കൂ, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യേണ്ട സർഫസ് ആദ്യം ഒന്ന് റഫൺ ചെയ്തിട്ടല്ലേ പ്ലാസ്റ്റർ ചെയ്യാറുള്ളൂ. അങ്ങനെ സർഫസ് റഫൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഹാക്കിംഗ്. സർഫസ് റഫൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹാക്കിംഗ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഡബിങ് ഔട്ട് ആയിരുന്നു. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കുക. അതേപോലെ ഡിഫെക്ട്സ് ഡ്യൂ ടു പ്ലാസ്റ്ററിംഗ് ഒന്നും കൂടെ പഠിക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ടെമ്പററി സ്ട്രക്ചർ ടു സപ്പോർട്ട് ആർച്ച് ഡ്യൂറിംഗ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ഈസ് ഷട്ടറിംഗ്, സപ്പോർട്ട്, പോസ്റ്റ്, സെൻട്രിംഗ്. ആർച്ചിനെ കൺസ്ട്രക്ഷൻ സമയത്ത് ആർച്ച് ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആ സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെ, ടെമ്പററി ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. അത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടെമ്പററി സ്ട്രക്ചറിനെ നമ്മൾ സെൻട്രിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ സെൻട്രിംഗ് ഓഫ് ആർച്ച് എന്നാണ് പറയാറുള്ളത്. സപ്പോർട്ടും പോസ്റ്റും ഷട്ടറിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, these piles are driven at an inclination to resist larger horizontal or inclined forces. Okay, option A sheet pile, option B anchor pile, option C fender pile and option D batter pile. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ടൈപ്പ് ഓഫ് പൈൽ പറഞ്ഞില്ലേ, അതിൽ വരുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. ഇൻക്ലൈൻഡ് ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈൽ ഏതാണെന്നാണ് ചോദ്യം. ബാക്കി എല്ലാ ഓപ്ഷൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബാറ്റർ പൈൽസ് ആണ്. ഓക്കെ, ബാക്കി തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് റെഫർ ചെയ്യാം. അടുത്ത ചോദ്യം, minimum height of 50 mm only 3 stones are to be used to make up the height of one coarse mortar joint is 16 mm. Option A coarse treble first sort, option B coarse treble second sort and option C coarse treble third sort, option D coarse treble fourth sort. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റബിൾ മേസൺറി, കോഴ്സ് ട്രബിളില് ഒരു കോഴ്സിന് ഒരു ഹൈറ്റ് അല്ലേ. കോഴ്സ് ട്രബിൾ എടുക്കുമ്പോൾ ഒരു കോഴ്സിന് ഒരു ഹൈറ്റ് ആയിരിക്കും. ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഹൈറ്റ് എത്താൻ ഒറ്റ സ്റ്റോണെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് ട്രബിൾ ഫസ്റ്റ് സോർട്ട് അല്ലെങ്കിൽ സോർട്ട് 1 ഓർ ക്ലാസ് 1 എന്നൊക്കെ പറയും. ഇനി അതിനു വേണ്ടി 2 കല്ലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സോർട്ട് 2 അല്ലെങ്കിൽ ക്ലാസ് 2 ആയിട്ട് മാറും. 3 കല്ലുകളാണെങ്കിൽ സോർട്ട് 3 അല്ലെങ്കിൽ ക്ലാസ് 3 ആവും. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺലി 3 സ്റ്റോൺസ് ആർ ടു ബി യൂസ്ഡ് ടു മേക്ക് അപ്പ് ദ ഹൈറ്റ് ഓഫ് 1 കോഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഏതായിരിക്കും? കോഴ്സ് ഡബിൾ തേർഡ് സോർട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ ഡെഫിനിഷൻ ചോദിക്കാം.
ആ ഒരു കോസ് ട്രബിളിന്റെ ഒരു ഹൈറ്റ് എത്താൻ അല്ലെങ്കിൽ ഒരു കോസിന്റെ ഹൈറ്റ് എത്താൻ ഒരു സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോസ് ട്രബിൾ ഫസ്റ്റ് സോർട്ട് ആണ്, അല്ലെങ്കിൽ ക്ലാസ് 1 ആണ്. 2 സ്റ്റോൺ ആണെങ്കിൽ കോസ് ട്രബിൾ സെക്കൻഡ് സോർട്ട് അല്ലെങ്കിൽ ക്ലാസ് 2 ആണ്. ആൻഡ് 3 സ്റ്റോൺ ആണെങ്കിൽ കോസ് ട്രബിൾ ക്ലാസ് 3 അല്ലെങ്കിൽ സോർട്ട് 3 എന്ന് പറയാം. ഓക്കെ, ആ ഡെഫിനിഷൻ ഓർക്കണം. പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മോർട്ടാർ ജോയിന്റ് 16 mm ആണ്. 16 mm മോർട്ടാർ ജോയിന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ ഒരു 16 mm എന്ന് പറയുന്നത് ക്ലാസ് 3ക്കാണ് 16 mm മോർട്ടാർ ജോയിന്റ്. എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലാസ് 2 ആവുമ്പോൾ ഇത് 12 mm ആണ്. ആൻഡ് ക്ലാസ് 1 ആവുമ്പോൾ 10 mm ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് ഓർത്ത് വെക്കണം. എല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, ഇറ്റ് പ്രിവെന്റ് ദ ടെൻഡൻസി ഓഫ് സ്റ്റോൺ ജോയിന്റ് ടു പുൾ അപ്പാർട്ട്. This joint is used instead of double joint. Option A, cramped joint. Option C, butt joint. Option B, plugged joint. Option D, doubled joint. അതായത് ജോയിന്റ്സ് ഇപ്പൊ നിങ്ങൾ ബഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 2 കല്ലുകൾ ഇങ്ങനെയല്ലേ ജോയിൻ ചെയ്യുന്നത്? ഇത് ഒന്നാമത്തെ സ്റ്റോണും ഇത് രണ്ടാമത്തെ സ്റ്റോണും ആണ്. ഫേസ് ടു ഫേസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ബട്ട് എന്ന് പറയാ. പക്ഷെ ബഡ് ജോയിന്റില് ലോഡ് വരുമ്പോൾ ഇത് തമ്മിൽ തെന്നി പോകാനുള്ള ചാൻസസ് ഉണ്ട്, ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ബാക്കിയുള്ള ജോയിന്റ്സ് ഒക്കെ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. ഇതില് ഡബിൾ ജോയിന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു മെമ്പേഴ്സ് പോവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തെന്നി മാറാതിരിക്കാൻ ഒന്നാമത്തെ സ്റ്റോണും രണ്ടാമത്തെ സ്റ്റോണും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ഡബിൾ ബാർ ആണെങ്കിൽ, ഈ ഒരു ഡബിൾ ബാർ അല്ലെങ്കിൽ ഡബിളിന് തിക്നെസ് ഉണ്ട്. ഡബിളിന്റെ തിക്നെസ് 25 mm അതേപോലെ ഡബിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 to 150 mm ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഡബിൾ അല്ലെങ്കിൽ ഒരു ഡബിൾ കൊടുക്കുന്ന ജോയിന്റ് ആണ് ഡബിൾഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇത് ജനറലി ഉപയോഗിക്കുന്നത് കോളം വാൾ കണക്ഷനിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇവിടെ 2 മെമ്പേഴ്സ് തെന്നി പോകുന്നത് തടുത്തല്ലോ. അതേപോലെ അതേ പർപ്പസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഡബിൾഡ് ജോയിന്റിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നത് ആരെന്നാണ് ചോദ്യം. പകരം ആരെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? നമുക്ക് ക്രാംപ്ഡ് ജോയിന്റിനെ ഉപയോഗിക്കുക. ക്രാംപ്ഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡബിൾ ബാർ കൊടുക്കുന്നതിന് പകരം നമ്മളിപ്പോ ഇതൊരു മെമ്പർ ആണ്, ഇത് അടുത്ത സ്റ്റോൺ ആണ്. 2 സ്റ്റോൺ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാംസ് ആണ് യൂസ് ചെയ്യുക. ക്രാംസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ പീസസ് ആണ് ക്രാംസ് എന്ന് പറയുന്നത്. ക്രാംസ് എന്ന് പറഞ്ഞാല് മെറ്റൽ പീസസ് ആണ്. മെറ്റൽ പീസസ് നോൺ കൊറോസീവ് ആയിട്ടുള്ള മെറ്റൽ പീസസ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. നോൺ കൊറോസീവ് ആയിട്ടുള്ള മെറ്റൽ പീസസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് ക്രാംപ്ഡ് ജോയിന്റ് എന്ന് പറയാം. അതിന് എക്സാമ്പിള് ഉപയോഗിക്കുന്ന മെറ്റല് ഗൺ മെറ്റൽ ഉപയോഗിക്കാം, അതേപോലെ കോപ്പർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ പ്രത്യേകത ഈ ഒരു മെറ്റലിന്റെ എൻഡ് കണ്ടോ, താഴത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലല്ലേ ഉള്ളത്, താഴത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്രാംപ്ഡ് ജോയിന്റ് എന്ന് പറയാ. ഇത് നമ്മൾ ഓപ്ഷനിൽ ആരാ ഉള്ളത്? വേറെ പ്ലഗ്ഡ് ജോയിന്റ് ഉണ്ട് അല്ലെ. പ്ലഗ്ഡ് ജോയിന്റ് എങ്ങനെയാ വരിക? ഇപ്പൊ ഇതൊരു മെമ്പറാണ്, ഇത് വേറൊരു മെമ്പറാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൗട്ടെയിൽ മോർട്ടിസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് ഡൗട്ടെയിൽ മോർട്ടിസ് എന്ന് പറയാ. എന്നിട്ട് അതിൽ എന്ത് ചെയ്യും? നമ്മള് മോൾട്ടൺ ലെഡ് ഫില്ല് ചെയ്യും. ഡൗട്ടെയിൽ മോർട്ടിസ് ക്രിയേറ്റ് ചെയ്ത് മോൾട്ടൺ ലെഡ് ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡബിൾഡ് ജോയിന്റ് എന്ന് പറയും. അപ്പൊ ഏതാണ് നമ്മുടെ ഈ ഒരു ഡബിൾഡ് അല്ല, ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പ്ലഗ്ഡ് ആണ്, പ്ലഗ്ഡ് ജോയിന്റ് എന്ന് പറയും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡബിൾ ജോയിന്റിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നത് ആരെന്നാണ്. ഡബിൾ ജോയിന്റിന് പകരം ഉപയോഗിക്കാൻ പറ്റുക ക്രാംപ്ഡ് ജോയിന്റ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ ആ ക്രാമ്പ് ആയിട്ട് ഉപയോഗിക്കുന്നത് നോൺ കൊറോസീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കണം. ഇനി അതിന് സിമിലർ ആയിട്ട് വരുന്നതാണ് ഡബിൾ ജോയിന്റ്. അത് കോളം വാൾ കണക്ഷനിലാണ് ഉപയോഗിക്കുക. ഡബിൾ ബാറിന്റെ തിക്നെസ് 25 mm അതേപോലെ ലെങ്ത് 100 to 150 mm ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ പ്ലഗ്ഡ് ജോയിന്റിൽ നമ്മൾ മോൾട്ടൺ ലെഡ് വെച്ചാണ് ഫില്ല് ചെയ്യുക ജോയിന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റൂഫ് ഹാസ് 4 സ്ലോപ്പിംഗ് സൈഡ്സ് വിത്ത് 0 വെർട്ടിക്കൽ റൂഫ് ലൈൻ. ഗേബിൾ, ഹിപ്പ്, ഷീറ്റ്, ഗാംബ്രൽ. ഏതിനാണ് 4 റൂഫ് സൈഡ് ഉള്ളത് അല്ലെങ്കിൽ 4 സ്ലോപ്പുകൾ ഉള്ളത്? 4 സ്ലോപ്പുകളുള്ള റൂഫിനെ നമ്മൾ ഹിപ്പ് റൂഫ് എന്നാണ് പറയാറുള്ളത്. 4 സ്ലോപ്പ് ഉണ്ടെങ്കിൽ ഹിപ്പ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്കൊരു ഡൗട്ട് വരിക, 4 സ്ലോപ്പ് ഉണ്ട്, അതിനൊരു ഇടയ്ക്കൊരു ബ്രേക്കും കൂടെ വന്നാൽ നമ്മൾ അതിനെ മൻസാർഡ് റൂഫ് എന്ന് പറയും. ഓക്കെ, മൻസാർഡ് റൂഫിനും 4 സ്ലോപ്പുകളാണുള്ളത്. 4 സ്ലോപ്പ് തന്നെയാണുള്ളത് മൻസാർഡ് റൂഫിനും. പക്ഷേ അവിടുത്തെ പ്രത്യേകത ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ട്, റൂഫിനിടയിൽ ഒരു ബ്രേക്ക് ഉണ്ട്. ഇനി ഇതേപോലെ 4 സ്ലോപ്പ് ഉണ്ട്,
ടോപ്പില് ഒരു ഡെക്ക് ആണ് അല്ലെങ്കിൽ ഒരു സ്ലാബ് ആണുള്ളതെങ്കിൽ നമ്മൾ അതിനെ ഡെക്ക് റൂഫ് എന്ന് പറയും. ഒരു സ്ലാബ് ആണ് ടോപ്പിലുള്ളതെങ്കിൽ ഡെക്ക് റൂഫ് എന്ന് പറയും. ഇനി 2 ഡയറക്ഷനിൽ സ്ലോപ്പ് ഉള്ളതിനെ നമ്മൾ ഗേബിൾ റൂഫ് എന്ന് പറയും. ഇനി 2 ഡയറക്ഷനിൽ സ്ലോപ്പ് ഉണ്ട്, അതിനിടയിൽ ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ഗേബിൾ ഗാംബ്രൽ എന്ന് ഓർത്ത് വെക്കുക. ഗാംബ്രൽ എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിൽ തന്നെയാണ് സ്ലോപ്പ് ഉള്ളത്, പക്ഷേ ഇതിനിടയിൽ ഒരു ബ്രേക്ക് ഉണ്ട്. ഒരു ബ്രേക്കും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗാംബ്രൽ റൂഫ് എന്ന് പറയും. ക്ലിയർ ആയോ? ഇനി ഇതിൽ പറയാത്തത് ഒരു സൈഡിലേക്കാണ് റൂഫ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ സ്ലോപ്പ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ലീൻഡ് റൂഫ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ക്ലിയർ ആയോ? അപ്പോ 4 ഡയറക്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹിപ്പ് എന്ന് പറയും. 4 ഡയറക്ഷനിൽ ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ട് സ്ലോപ്പിലെങ്കിൽ നമ്മൾ മൻസാഡ് എന്ന് പറയും. ഇനി 4 ഡയറക്ഷനിൽ സ്ലോപ്പ് ഉണ്ട്, ടോപ്പിൽ ഒരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ലാബ് ആണുള്ളതെങ്കിൽ ഡെക്ക് റൂഫ് എന്ന് പറയും. 2 ഡയറക്ഷനിൽ സ്ലോപ്പ് ആണെങ്കിൽ ഗേബിൾ ആണ്. 2 ഡയറക്ഷനിൽ സ്ലോപ്പും അതിനിടയിൽ ഒരു ബ്രേക്കും ആണെങ്കിൽ ഗേബിൾ, അതിനോട് റിലേറ്റ് ചെയ്ത് ഗാംബ്രൽ വരും. ഇനി ഒരു സൈഡിലേക്കാണ് ഡയറക്ഷൻ സ്ലോപ്പ് എങ്കിൽ ലീൻഡ് റൂഫ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളുടെ എക്സാം വളരെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ പുതിയ ഓവർസിയർ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓവർസിയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഓഫ്ലൈൻ ക്യാമ്പസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വന്ന് പഠിക്കാം. കാലിക്കറ്റ് ആണ് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ്. ഇനി ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ പുതിയ കോഴ്സസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ട്രേസർ എക്സാമിന് തന്നെ നമ്മുടെ കോഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വൈകിക്കാതെ പെട്ടെന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. മികച്ച ഗൈഡൻസോട് കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. This truss is in the form of a bow. Option A, steel truss. Option B, truncated truss. Option C, lattice roof truss. And option D, mansard truss. ഓക്കെ, ഏതാണ് ഒരു ബോയുടെ ഷേപ്പിലുള്ള ട്രസ്? ബോയുടെ ഷേപ്പിലുള്ള ട്രസ്സിനെ നമ്മൾ ലാറ്റീസ് റൂഫ് ട്രസ് എന്ന് പറയും. ഇനി ഈ ട്രസ്സിൽ നിന്ന് വേറൊരു ചോദ്യവും സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. കിങ് പോസ്റ്റ് ട്രസ്സിന്റെ സ്പാൻ എത്ര സ്പാൻ വരെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ 5 to 8 മീറ്റർ വരെയാണ് നമുക്ക് കിങ് പോസ്റ്റ് ട്രസ് ഉപയോഗിക്കാൻ പറ്റുക. ക്യൂൻ പോസ്റ്റ് ട്രസ് 8 to 12 മീറ്റേഴ്സ് ആണ്. ഇതും ട്രസ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം. അടുത്ത ചോദ്യം, സിംഗിൾ ജോയിന്റ് ടിമ്പർ ഫ്ലോർ ഈസ് അഡോപ്റ്റഡ് ഫോർ എ മാക്സിമം സ്പാൻ ഓഫ് 4.6 meters, 3.6 meters, 7.5 meters and 4 meters. Clear? അപ്പൊ ഏതാണ് വരിക? സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ നമുക്ക് 3.6 മീറ്റേഴ്സ് വരെയാണ് ഉപയോഗിക്കാൻ പറ്റുക. സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിന്റെ ആ ഒരു റേഞ്ച് ചോദിച്ചാൽ 2.4 to 3.6 മീറ്റേഴ്സ് ആണ്. ഇത് സ്ഥിരമായിട്ട് ഫ്ലോറിൽ നിന്ന് ചോദിക്കുന്നതാണ്. ഈ ഒരു എത്രയാണ് സ്പാൻ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. ഇനി അതിൽ വരുന്ന ഒന്നാണ് ബേസ്മെന്റ് ഫ്ലോർ. ബേസ്മെന്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ. ഇതൊക്കെ ടിമ്പർ ഫ്ലോറിന്റെ എക്സാമ്പിൾ ആണ്. ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ ഉണ്ട്. ബേസ്മെന്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ 2.4 മീറ്റർ വരെയാണ്. പിന്നെ സിംഗിൾ ജോയിസ്റ്റ് വന്നു. അതിനുശേഷം ഡബിൾ ജോയിസ്റ്റ് ഉണ്ട്. ഡബിൾ ജോയിസ്റ്റിന്റെ സ്പാൻ എന്ന് പറയുന്നത് 3.6 to 7.5 മീറ്റേഴ്സ് ആണ്. ആൻഡ് ട്രിപ്പിൾ ജോയിസ്റ്റിന്റെ സ്പാൻ ഗ്രേറ്റർ ദാൻ 7.5 മീറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വെർട്ടിക്കൽ മെമ്പർ ഓഫ് ബ്രിക്ലെയർ സ്കാഫോൾഡിംഗ് ആർ കോൾഡ് റിഡ്ജ്, പുട്ട്ലോഗ്, ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് ബ്രിക്ലെയർ സ്കാഫോൾഡിങ്ങിന്റെ വേർട്ടിക്കൽ മെമ്പറിന് നമ്മൾ എന്താ പേര് പറയാന്നാണ് ചോദ്യം. വേർട്ടിക്കൽ മെമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാൻഡേർഡ്സ് ആണ്. ബ്രിക്ലെയർ സ്കാഫോൾഡിങ്ങിന്റെ വേർട്ടിക്കൽ മെമ്പർ സ്റ്റാൻഡേർഡ്സ് ആണ്. അത് ഓർത്ത് വെക്കുക. ഇനി നോക്കിയേ, വാളിന് പാരലൽ ആയിട്ട് വരുന്ന നമ്മുടെ വാൾ ഉണ്ട്, അതിന് പാരലൽ ആയിട്ട് വരുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ പറയുന്ന പേര് ലെഡ്ജർ എന്നാണ്. വാളിന് പാരലൽ ആയിട്ട് വരുന്ന ഹൊറിസോണ്ടൽ മെമ്പർ, വാളിന് പാരലൽ ആയിട്ട് വരുന്ന ഹൊറിസോണ്ടൽ മെമ്പർ ലെഡ്ജർ ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഗാർനറ്റ് ഹിഞ്ച് ഈസ് യൂസ്ഡ് ഇൻ ബാറ്റൺ, ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ, ലാന്റേൺ വിൻഡോ, സ്കൈലൈറ്റ് വിൻഡോ ആൻഡ് ഗേറ്റ്. ഏതിനാണ് നമ്മൾ ഗാർനറ്റ് ഹിഞ്ച് ഉപയോഗിക്കുന്നത്? ഗാർനറ്റ് ഹിഞ്ച് ഉപയോഗിക്കുന്നത് ബാറ്റൺ, ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറിനാണ്. ക്ലിയർ? അടുത്ത ചോദ്യം, മിനിമം സ്ലോപ്പ് ഓഫ് റാമ്പ് ഈസ് 1 in 30, 1 in 20, 1 in 10, 1 in 50. എത്രയാണ് മിനിമം സ്ലോപ്പ് ഓഫ് റാമ്പ്? 1 in 10 ആണ് മിനിമം സ്ലോപ്പ് ഓഫ് റാമ്പ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ദിസ് സ്റ്റെപ്പ് ഹാസ് എ കർവ്ഡ് റൈസ് ആൻഡ് ട്രെഡ്, ലിഫ്റ്റ് സ്റ്റെപ്പ്, ഡാൻസിങ് സ്റ്റെപ്പ്, കമ്മോഡ് സ്റ്റെപ്പ്, സ്പ്ലേഡ് സ്റ്റെപ്പ്. ഏതിനാണ് കർവ്ഡ് ട്രെഡ് ആൻഡ് റൈസ് ഉള്ളത്?
കർവ്ഡ് ആയിട്ടുള്ള ട്രെഡ് ആൻഡ് റൈസ് ഉള്ള സ്റ്റെപ്പിനെ നമ്മൾ കമ്മോഡ് സ്റ്റെപ്പ് എന്ന് പറയും. ഓപ്ഷൻ സി കമ്മോഡ് സ്റ്റെപ്പ് എന്ന് വരും. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഇല്ലേ, നോർമൽ സ്റ്റെപ്പ് എങ്ങനെയിരിക്കുന്നത്, റെക്ടാങ്കുലർ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഓർഡിനറി സ്റ്റെപ്പിനെ നമ്മൾ ഫ്ലയേഴ്സ് എന്ന് പറയും, ഫ്ലയേഴ്സ് എന്ന് പറയും. ഇനി ഡാൻസിങ് സ്റ്റെപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡാൻസിങ് സ്റ്റെപ്പിന്റെ ഓപ്ഷനിൽ അതൊരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യില്ല ഡാൻസിങ് സ്റ്റെപ്പ്. അതേപോലെ സ്പ്ലേഡ് സ്റ്റെപ്പിന്റെ ഓപ്ഷനിൽ, അതായത് നമ്മൾ ഒരു ആംഗിളിൽ കട്ട് ചെയ്യുന്നതിനാണ് സ്പ്ലേഡ് എന്ന് പറയുക. അപ്പൊ അങ്ങനെ നമ്മൾ സ്പ്ലേയിങ് കൊടുക്കുന്ന സ്റ്റെപ്പാണ് സ്പ്ലേഡ് സ്റ്റെപ്പ്. പിന്നെ ബുൾനോസ് കേട്ടിട്ടുണ്ടാവും. ബുൾനോസ് എന്ന് പറഞ്ഞാല് സർക്കുലാർ ക്വാഡ്രന്റിന്റെ ഷേപ്പ് ആയിരിക്കും, സർക്കുലാർ ക്വാഡ്രന്റിന്റെ ഷേപ്പ് ആയിരിക്കും പ്ലാനിൽ ഉണ്ടാവുക. അതേപോലെ റൗണ്ട് എൻഡ് ഉണ്ട്, റൗണ്ട് എൻഡിൻ്റെത് സെമി സർക്കുലാർ ആയിരിക്കും, റൗണ്ട് എൻഡിൻ്റെത് സെമി സർക്കുലാർ ആയിരിക്കും. പിന്നെ എക്സാമിന് ചോദിക്കുന്ന ആളാണ് വൈൻഡേഴ്സ്. വൈൻഡേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെമ്പേഴ്സ് ആണ് വൈൻഡേഴ്സ്. കോമൺ പോയിന്റിൽ നിന്നാണ് റേഡിയേറ്റ് ചെയ്യുക. പക്ഷെ ഡാൻസിങ് സ്റ്റെപ്പ് കോമൺ പോയിന്റിൽ നിന്നൊന്നും ഒറിജിനേറ്റ് ചെയ്യില്ല. ക്ലിയർ ആയോ? അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. നമ്മളെ ട്രേസർ എക്സാമിന് എളുപ്പമുള്ള സിലബസ് ആണ്, ഓവർസിയർ ലെവൽ എക്സാം ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. എന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ എവിടെ നിന്നൊക്കെയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പൊ നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ തന്നെ പൈലിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഏത് സെഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതേപോലെ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു അറിവ് വേണം. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.